ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം കുട്ടനും നന്ദിനിയും വിവാഹം കഴിച്ചു. നന്ദിനിയുടെ ലോകം കുട്ടനായിരുന്നു. ഒരു ചെറിയ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരുടെ ജീവിതം സമാധാനപൂർണമാണ്. പക്ഷേ പഴയ ഓർമ്മകൾ ചിലപ്പോൾ അവരെ വേദനിപ്പിക്കാറുമുണ്ട്. നന്ദിനിയും കുട്ടനും ഒരുമിച്ചുള്ള ജീവിതം ആ ഗ്രാമത്തിന് തന്നെ ഒരു അത്ഭുതമായിരുന്നു. കുട്ടന്റെ നിഷ്കളങ്കമായ സ്നേഹം അവളെ പഴയ മുറിവുകളിൽ നിന്ന് ഉണങ്ങാൻ സഹായിച്ചു. നന്ദിനിയുടെ സാമീപ്യം കുട്ടനെ കൂടുതൽ പക്വതയുള്ളവനാക്കി. ഗ്രാമക്കാർക്ക് ഇപ്പോൾ അവനോടുള്ള ബഹുമാനം കൂടി വളർന്നിട്ടുണ്ട്. നാട്ടുകാർ അവനെ പരിഹസിക്കുന്നത് നിർത്തി. പകരം അവനെ കുട്ടേട്ടൻ എന്ന് ആദരവോടെ വിളിക്കാൻ തുടങ്ങി. കുട്ടൻ ഇപ്പോഴും അതേ നിർമ്മലമായ മനസ്സോടെ എല്ലാവർക്കും സഹായം ചെയ്യുന്നു. നന്ദിനി തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആ ഗ്രാമത്തിലെ തന്നെ സ്കൂളിൽ അധ്യാപികയായി ചേർന്നു. അവൾ തന്റെ ജീവിതത്തിലെ വേദനകളെ മറക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ആത്മാർത്ഥമായി മുഴുകുന്നു. കുട്ടൻ കൃഷിപ്പണിയുടെ തിരക്കിലാണ്. പണ്ട് 5 രൂപയ്ക്ക് വേണ്ടി പണിയെടുത്ത കുട്ടൻ ഇന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഗ്രാമത്തിന്റെ നട്ടെല്ലായി മാറി. പണ്ട് നീലകണ്ഠനും ശേഖറും കൈയടക്കി വെച്ചിരുന്ന ആ പഴയ തറവാട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഇപ്പോൾ. അതിനായി നിയമത്തിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കുട്ടനും നന്ദിനിക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് അവർ മാളവിക എന്ന് പേരിട്ടു. അമ്മയുടെ അറിവും അച്ഛന്റെ നന്മയും ആ കുട്ടിക്ക് ലഭിച്ചു. അവൾ വളർന്ന് ഒരു യുവതിയായി മാറി. പഠനത്തിന് ശേഷം ഒരു IT കമ്പനിയിൽ ജോലി കിട്ടി. മകൾ വന്നതോടെ അവളുടെ സമീപനം കുട്ടനിൽ എല്ലാ വിധത്തിലും മാറ്റമുണ്ടാക്കി. പക്വതയുള്ള ഒരു മനുഷ്യനായി മാറി കുട്ടൻ. ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛൻ അവനാണെന്ന് അവൾ അഭിമാനത്തോടെ പറയുമായിരുന്നു. അവർ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ സമാധാനം അധിക നാൾ നീണ്ടു നിന്നില്ല. നീലകണ്ഠന്റെ പഴയ ബന്ധുവായ രാഘവൻ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവൻ പഴയ സ്വത്ത് തിരിച്ചുപിടിക്കാനുള്ള ഉദ്ദേശത്തോടെ വരുന്നു. നന്ദിനിയുടെയും കുട്ടന്റെയും തറവാട് ഭൂമി തന്നെ അവൻ ലക്ഷ്യമിടുന്നു. രാഘവൻ ക്രൂരനാണ്. കുട്ടന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവനെ ചതിക്കാൻ ശ്രമിക്കുന്നു. ഗ്രാമത്തിലെ ചിലരെ പണം കൊണ്ട് സ്വന്തമാക്കുകയും കുട്ടനെ വീണ്ടും പരിഹസിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം രാഘവൻ മാളുവിനെ ഭീഷണിപ്പെടുത്തുന്നു. കുട്ടൻ തന്റെ സാഹചര്യത്തെ മറികടന്ന് പ്രതികരിക്കാൻ ശ്രമിക്കുന്നു. നന്ദിനിയും ശക്തമായി നിലകൊള്ളുന്നു. അവൾ നിയമപരമായി പോരാടാൻ തീരുമാനിക്കുന്നു. പഴയ സംഭവങ്ങളിലൂടെ അവൾക്ക് ലഭിച്ച പരിചയം അവൾക്ക് ധൈര്യം നൽകുന്നു. ഒരു ദിവസം രാഘവൻ മാളുവിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. കുട്ടൻ തന്റെ ജീവൻ പോലും പണയം വെച്ച് മകളെ രക്ഷിക്കാൻ പോകുമ്പോൾ സഹായിക്കാൻ ദേവദൂതനെ പോലെ ഒരു യുവാവ് വരുന്നു. അവർ മാളുവിനെ രക്ഷിക്കുന്നു. രാഘവനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. നീ ആരാണെന്ന് കുട്ടൻ ആ യുവാവിനോട് ചോദിക്കുന്നു. തന്റെ പേര് പ്രണവ് എന്നാണെന്നും പണ്ട് ശേഖർ നശിപ്പിച്ച സ്ത്രീകളിൽ ഒരാളുണ്ടായിരുന്നു, അത് എന്റെ അമ്മയായിരുന്നു എന്നും അയാളോട് പകരം ചോദിക്കാൻ ഈ നാട്ടിൽ വന്നതാണെന്നും പ്രണവ് കുട്ടനോട് പറയുന്നു. എന്നാൽ അയാൾ കൊല്ലപ്പെട്ടു എന്ന് പിന്നീട് അറിഞ്ഞു എന്നും അത് എന്റെ കൈകൊണ്ട് ആയില്ലല്ലോ എന്ന മനോവിഷമത്തിലായിരുന്നു എന്നും ആ യുവാവ് പറയുന്നു. കുട്ടൻ തന്റെ കഥകൾ അവനോട് പറയുന്നു. തന്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ച ആ ക്രൂരനെയാണ് കുട്ടന്റെ ഭാര്യ കൊന്നത് എന്നറിഞ്ഞ ആ യുവാവ് അവിടെ നിന്നും നാട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് മാളു കുട്ടനോട് ആ സത്യം പറയുന്നത്. തന്റെ കൂടെ ജോലി ചെയ്യുന്നയാളാണ് പ്രണവ് എന്നും അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്നും. ഇത് കേട്ട് ആദ്യം ഞെട്ടിയ കുട്ടൻ പിന്നീട് മാളുവിന്റെ മനസ്സ് മനസ്സിലാക്കി. പ്രണവും മാളുവും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്നു. കേസിൽ ജയിച്ച അവർക്ക് പഴയ തറവാട് തിരിച്ചു കിട്ടുന്നു. മുത്തശ്ശിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് അവർ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. അവർ ഇപ്പോൾ കൂടുതൽ സന്തോഷത്തിലാണ്. നിഷ്കളങ്കത ബലഹീനതയല്ല, അതൊരു നാൾ ശക്തിയാകുമെന്ന് കുട്ടന്റെ ജീവിതം തെളിയിക്കുന്നു.